ഇന്ന് ഞാനിവിടെ ഒരു പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു 2 കോഴിയെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ആക്കി വെച്ചേക്കുന്നു. അതിന് വേണ്ട മസാലകൾ മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, വറ്റൽമുളക്, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, പിന്നെ തൈര്. അതത്രയും ചിക്കന് അരച്ച് തേക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ അതിന് വേണ്ടി ചിക്കൻ ആയി കഴിയുമ്പോൾ നമുക്കൊരു സോസ് ഉണ്ടാക്കണം. സോസിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, നാരങ്ങ നീര്, എണ്ണ, ടൊമാറ്റോ സോസ്. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഒക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കനുള്ള മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വെന്തെടുക്കണം. നമുക്കൊരു സ്പൂൺ ബട്ടർ ഒന്നിട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പെരി പെരി ചിക്കനുള്ള സോസ് റെഡിയാക്കാം. 4 സ്പൂൺ എണ്ണ അതൊന്ന് ചൂടായിട്ട് അതിനകത്തേക്കൊരു 5 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിലേക്ക് നമ്മൾ 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ആക്കി വെക്കാം. ഒരു 2 നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നു. നമ്മുടെ പെരി പെരി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പെരി പെരി സോസ് എല്ലാം പുരട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ച് വിട്ടു ഒന്നുകൂടെ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പെരി പെരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പെരി പെരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക.